നമസ്കാരം, ഞാനൊരു ചെറിയ വലിയ കലാകാരനെയാണ് നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നത്. അദ്ദേഹം കഥകളി വേഷം, ചെണ്ട, മദ്ദളം, ചുട്ടി, ചമയം എന്നീ കലകളെല്ലാം ഒരുപോലെ കൊണ്ടു നടക്കുന്ന ഒരു സകലകലാ വല്ലഭനാണ്. കഥകളി ബോട്ടിലാട്ടിൽ ചെയ്തതിന് ഇന്ത്യ ബുക്ക് ഓഫ് അവാർഡ് നേടിയിട്ടുള്ള ഒരു കലാകാരനാണ് ഇദ്ദേഹം. അദ്ദേഹത്തിന്റെ പേരാണ് മിഥുൻ മുരളി തൃപ്പൂണിത്തുറ. ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുകയാണ് മിഥുൻ മുരളി. നമസ്കാരം. ആദ്യമായി ചോദിക്കാനുള്ളത്, അച്ഛൻ കലാവേദി മുരളിയിൽ നിന്നും അമ്മ നർത്തകിയായിട്ടുള്ള സത്യഭാമയിൽ നിന്നുമാണല്ലോ കലയോടുള്ള വാസന ഉണ്ടായിട്ടുള്ളത്. എന്തായിരുന്നു ശരിക്കും ഇപ്പോഴും കലയിൽ നിൽക്കാനുള്ള പ്രചോദനം? ഒരുപാട് കലകൾ ഇപ്പോഴും ഒരുപോലെ കൊണ്ടു നടക്കുന്നുണ്ടല്ലോ, ആ പ്രചോദനവും അവരിൽ നിന്ന് തന്നെയാണോ കിട്ടിയിട്ടുള്ളത്? തീർച്ചയായിട്ടും ഞാൻ ചെറുപ്പം മുതൽ കാണുന്നത് കഥകളിയും നൃത്തവും എല്ലാമാണ്. അപ്പോൾ അവർ തന്നെയാണ് എൻ്റെ പ്രചോദനവും കാരണക്കാരും അവർ തന്നെയാണ്. ഇതെല്ലാം ഇപ്പോൾ നിലവിൽ ഞാനിപ്പോൾ ഈ ഒരു കഥകളിയിലെ എല്ലാ മേഖലയിലും പാട്ടൊഴികെയുള്ള മറ്റുള്ള മേഖലകളിലൊക്കെ പങ്കെടുക്കാനും പ്രവർത്തിക്കാനും കാരണം അവരുടെ തന്നെ പ്രചോദനമാണ്. അവരാണ് എന്നെ കൊണ്ടു നടന്നതും. അച്ഛൻ മരിച്ചതിന് ശേഷം അമ്മയാണ് കൂടുതലും. അമ്മ മാത്രമാണ് എനിക്ക് പിന്നെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അമ്മ തന്നെയാണ് കലോത്സവങ്ങൾക്കും പ്രോഗ്രാമുകൾക്കും ഞാൻ ഒറ്റയ്ക്ക് പോകാൻ തുടങ്ങിയ അതുവരെ അമ്മയാണ് എന്നെ പ്രോഗ്രാമുകൾക്ക് കൊണ്ട് നടന്നത്. അപ്പോൾ ഒരു പ്രചോദനം എന്ന് മാത്രമല്ല, അവരെയാണ് കണ്ട് ഞാൻ ശീലിച്ചിരിക്കുന്നത്. എല്ലാ കലകളും ഇപ്പോ ഒരുപോലെ കൊണ്ട് നടക്കുന്നു. പല മനുഷ്യരും പറയാണ്ട് 24 മണിക്കൂറും കിട്ടിയിട്ട് തികയുന്നില്ല എന്നൊക്കെ. അപ്പൊ മിഥുൻ മുരളിക്ക് ഇങ്ങനൊരു കാര്യം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു അത്ഭുതം തന്നെയാണ് മറ്റുള്ളവരുടെ കണ്ണിൽ നോക്കുമ്പോൾ. അപ്പോ ഇനി വരും കാലങ്ങളിൽ ഈ എല്ലാ കലകളും ഒരുപോലെ കൊണ്ടു നടക്കാനാണോ, അതോ ഏതെങ്കിലും ഒരു കലയിലേക്ക് മാത്രമായിട്ട് ഫോക്കസ് ചെയ്ത് പോവാനാണോ പ്ലാൻ ചെയ്യുന്നത്? ഇല്ല, ഞാനങ്ങനെ പ്ലാൻ ചെയ്യാറില്ല. പ്ലാനിങ് പലപ്പോഴും ചിലപ്പോ വിചാരിക്കാത്ത പോലെ എന്താ പറയാ, ഞാനങ്ങനെ പ്ലാൻ ചെയ്യാറില്ല. പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് നേരാവില്ല. നമ്മൾ പ്ലാൻ ചെയ്യാറില്ല, പല കാര്യങ്ങളും അങ്ങനെ ചെയ്യാറില്ല. അപ്പൊ അങ്ങനെ ഒന്ന് മാത്രം ഫോക്കസ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നാൽ മാത്രമേ ഞാൻ ഒന്നിലേക്ക് തിരിയുള്ളൂ. അതുവരെ പറ്റുന്ന അത്രയും കാലം പോകുന്ന പോലെ കൊണ്ട് നടക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഒരുപാട് കലാകാരന്മാർക്ക് ഇത്രയും നാളുകൊണ്ട് ചുട്ടി കുത്തിയിട്ടുണ്ടല്ലോ, പ്രത്യേകിച്ച് വലിയ കലാകാരന്മാർക്കും ഇടത്തര കലാകാരന്മാർക്കും ചെറിയ കലാകാരന്മാർക്കും ഒക്കെ. അപ്പോൾ അവർക്ക് മിഥുൻ മുരളിയോടുള്ള ഒരു സമീപനം എങ്ങനെയാണ്? ഏത് തരത്തിലാണ് അവര് ഇതെല്ലാം മാനേജ് ചെയ്യുന്നതിനെ സപ്പോർട്ട് ചെയ്യാറുള്ളത്? നല്ല സമീപനം തന്നെയായിരുന്നു. ആശാമാർക്കാണെങ്കിലും എല്ലാം പൊതുവെ നോക്കുമ്പോൾ ഇപ്പോൾ ആശാമാർ മുതൽ എൻ്റെ പ്രായക്കാർ വരെയുള്ള എല്ലാ വേഷക്കാർക്കും ഞാൻ ആശാമാർക്ക് പ്രത്യേകിച്ചും ആശാമാർക്ക് ചുട്ടുകൂത്താൻ പോകുമ്പോൾ നമുക്ക് മനസ്സിനൊരു ധൈര്യക്കുറവ്, ഒരു പേടി, ടെൻഷൻ ഉണ്ടാവാറുണ്ട്. അത് സ്വാഭാവികമായിട്ടും ഇപ്പോഴും വരാറുണ്ട്, ടെൻഷൻ ഉണ്ടാവാറുണ്ട്. പക്ഷെ നല്ല അഭിപ്രായങ്ങൾ പറയാറുണ്ട്. പിന്നെ അഭിപ്രായം നല്ലതാകുമ്പോൾ നമ്മൾ പിന്നീട് അടുത്ത പ്രാവശ്യം കൂടുതൽ എനിക്ക് ടെൻഷൻ കൂടുക ചെയ്യുക. കാരണം ഇനി നമ്മൾ ചെയ്യുമ്പോൾ നേരെ ഇല്ലെങ്കിലോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടാവാറുണ്ട്. പക്ഷെ പൊതുവെ എല്ലാവർക്കും ചുട്ടുകുത്തുമ്പോഴും അവര് നല്ലൊരു അഭിപ്രായമാണ്, നല്ലൊരു സമീപനമാണ്, നല്ല അഭിപ്രായമാണ് പറയാറ്. ഞാൻ വെച്ച് വലിയ മനുഷ്യനായിരിക്കും വിചാരിച്ചേ, വേഷം കെട്ടിയൊക്കെ കണ്ടപ്പോ. ഇപ്പോ കഥകളിയിലേക്ക് ഒരുപാട് പുതിയ കലാകാരന്മാർ വരുന്നുണ്ട്. അപ്പൊ അവർക്കൊക്കെ എങ്ങനെയാ കലയോടുള്ള അപ്രോച്ചൊക്കെ? എങ്ങനെയാണ് അവർ കലയെ സമീപിക്കുന്നത്? നല്ല രീതിയിലായിട്ടാണോ തോന്നുന്നത്? എനിക്ക് പോസിറ്റീവായിട്ട് തോന്നിയിരിക്കണം. കാരണം ഒരുപാട് പേര് താല്പര്യമായിട്ട് വരുന്നുണ്ട്. ഇത് ആധികാരികമായിട്ട് പഠിച്ച് ചെയ്യുന്നവരുണ്ട്. കൂടുതലും ഇതിനകത്തേക്ക് കലയിലേക്ക് കൂടുതൽ വരുന്നത് പെൺകുട്ടികളാണെന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ ഒരു ഞാൻ കണ്ടു വന്നിരിക്കുന്ന അങ്ങനെയാണ്. ധാരാളം പെൺകുട്ടികൾ വരുന്നുണ്ട്. പിന്നെ താല്പര്യമായിട്ട് പലരും ഇത് കൂടുതൽ അടുത്തറിഞ്ഞ് പഠിക്കണം, അല്ലെങ്കിൽ വേദിയിൽ പെർഫോം ചെയ്യണം എന്നുള്ള രീതിയിൽ പലരും വരുന്നുണ്ട്. അപ്പൊ നല്ലൊരു പോസിറ്റീവായിട്ടുള്ള ഒരു അപ്രോച്ചാണ് തോന്നിയിരിക്കുന്നത്. മനസ്സിലായി. ഇനി എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ വേഷത്തിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടല്ലോ. ഇപ്പം പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കേട്ടിട്ടുണ്ട് താമരപ്പൂ പോലെ ഇരിക്കണം ഉടുത്തുകെട്ട് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ഒരുപാട് വിരിഞ്ഞ രീതിയിലുള്ള ഉടുത്തുകെട്ട്, അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടല്ലോ.
ഇപ്പൊ മുഖത്തെ എഴുത്തിന്റെ ആണെങ്കിലും പ്രത്യേകിച്ച് തേപ്പിന്റെ കാര്യത്തിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടല്ലോ. അപ്പോ അത് പറഞ്ഞോണം പോസിറ്റീവായിട്ട് രീതിയിലാണോ? കാരണം ചിലപ്പോഴൊക്കെ നമ്മൾ കാഴ്ചക്കാരൻ, ഞാനൊരു ആസ്വാദക എന്നുള്ള രീതിയിൽ എനിക്ക് നോക്കുമ്പോൾ തോന്നിയിട്ടുള്ളത് പഴയ ഉടുത്തുകെട്ടിനൊരു ഭംഗി ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് പല അഭിപ്രായങ്ങൾ പല രീതിയിലാണ് വരാറ്. അതായത് എന്താ പറയാ, പണ്ടത്തെ കാലത്ത് വെച്ച് നോക്കുമ്പോൾ ഇപ്പൊ കുറച്ചും കൂടി വേഷത്തിന്റെ വലിപ്പം, അത് ഉടുത്തുകെട്ടിന്റെ വലിപ്പം കുറച്ചും കൂടി മാറ്റം വന്നിട്ടുണ്ട്, നല്ല രീതിയിൽ മാറ്റം വന്നിട്ടുണ്ട്. അത് പണ്ടത്തെ വെച്ച് നോക്കുമ്പോൾ നല്ല രീതിയിൽ മാറ്റം ഇപ്പോഴത്തെ കാലഘട്ടത്തിലാണ് പറയുന്നത് അല്ലെ. പണ്ട് നമ്മൾ തുണി ഉപയോഗിച്ചോണ്ട് ഇപ്പൊ ചാക്ക് ഉപയോഗിക്കുന്നു എന്നുള്ളൊരു ഉടുത്തുകെട്ടല്ലാതെ പുതിയ മാറ്റങ്ങൾ എന്തൊക്കെയാ വന്നിട്ടുള്ളത്? പുതിയ മാറ്റങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പഴയ ഉടുത്തുകെട്ടിനെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോഴത്തെ ഉടുത്തുകെട്ടിന് അത്യാവശ്യം വലിപ്പം കൂടിയുണ്ട്. പിന്നെ ഈ ചാക്ക് കാണുക എന്നുള്ള ഒരു സമ്പ്രദായം എന്ന് വെച്ചാൽ അത് അണിയറക്കാര് ഉടുത്തുകെട്ടി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ സ്റ്റേജിന്റെ ഉയരം, അത് പ്രധാനമായിട്ടുള്ള കാര്യം. സ്റ്റേജിന്റെ ഒച്ച ഉയരം നമ്മൾ കുറച്ച് താഴെ നിന്ന് കാണുകയാണെങ്കിൽ എങ്ങനെയായാലും അത് ചാക്ക് കാണും. അത് പോസിറ്റീവായിട്ട് നെഗറ്റീവായിട്ട് പലരും പറയാറുണ്ട്. അത് കാണുന്നപ്പോ സ്റ്റേജിന്റെ വലിപ്പത്തിനനുസരിച്ച് അത് വ്യത്യാസപ്പെട്ടിരിക്കും. ഇപ്പൊ നേരെ ഒരു ലെവലിലാണ് നിൽക്കുന്നത്. ഇപ്പൊ തൃപ്പൂണിത്തുറ പോലെയുള്ള അരങ്ങുകളിലൊക്കെ ആണെങ്കിൽ നമുക്ക് ആ ചാക്കിന്റെ വലിപ്പത്തിന് അത്ര ഇല്ല, അത്ര ഒരു തോന്നില്ല. നമ്മൾ അതനുസരിച്ച് ആ ഉടുത്തിട്ട് ഞൊറി ഒക്കെ ഇറക്കി അത് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ബോറായിട്ട് തോന്നില്ല. പിന്നെ ഈ സ്റ്റേജിന്റെ ഒരു ഉയരത്തിന്റെ ഒരു പ്രശ്നം പല രീതിയിലും പല സ്ഥലങ്ങളിലും തോന്നാറുണ്ട്. പിന്നെ നമ്മളത് കണ്ടറിഞ്ഞ് ചെയ്യുക എന്നുള്ളൊരു പറയാനുള്ളൂ. പിന്നെ ഈ ഉടുത്തുകെട്ടിന്റെ ഓരോ വേഷക്കാരുടെ സൗന്ദര്യബോധത്തിനനുസരിച്ചും അതിൽ മാറ്റങ്ങൾ വരുത്താറുണ്ട്. അതനുസരിച്ച് നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട്. അത് ചെയ്യേണ്ടത് നമ്മുടെ കടമയാണ്. അണിയറക്കാരെന്നുള്ള രീതിയിൽ ചെയ്യണം. അത് ഓരോ വേഷക്കാരനും സ്വന്തം ഒരു അഭിപ്രായങ്ങൾ വ്യത്യാസം ഉണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെയുള്ള മാറ്റങ്ങൾ ചെയ്യാറുണ്ട്. പിന്നെ മുഖത്തെ തേപ്പ് എന്നുള്ള രീതിയിൽ നോക്കുകയാണെങ്കിൽ വേഷക്കാര് അവരവരുടേതായ ഒരു കാഴ്ചപ്പാടിൽ തന്നെയാണ് അതും ചെയ്യുന്നത്. അവരുടെ മുഖത്തിനനുസരിച്ചുള്ള വ്യത്യാസങ്ങൾ, ഓരോ ആളുകളുടെ മുഖം വ്യത്യസ്തപ്പെട്ടിരിക്കുമല്ലോ, അപ്പൊ അതനുസരിച്ചുള്ള വ്യത്യസ്തത തേപ്പിലും കാണാറുണ്ട്. അതങ്ങനെയാണ് പലരും ചെയ്യാറ്. എന്നാലിപ്പോ അണിയറകളെ കുറിച്ച് പറഞ്ഞു, അരങ്ങുകളെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ട് തോന്നിയിട്ടുണ്ടോ? ഇപ്പോൾ ഉദാഹരണം, ഒരു ഫോട്ടോഗ്രാഫർ അല്ലെങ്കിൽ ഒരു കഥകളി ആസ്വാദക എന്ന രീതിയിൽ ഇപ്പോ നമ്മൾ സ്റ്റേജുകളിലൊക്കെ കാണാറുണ്ട്, ഉത്സവത്തിന്റെയോ അല്ലെങ്കിൽ മറ്റ് പരസ്യ ബോർഡുകളുടെയോ ഒക്കെ അതിപ്രസരം കൊണ്ട് ചിലപ്പോൾ ഫോട്ടോ എഡിറ്റിനെയോ അല്ലെങ്കിൽ കലാ ആസ്വാദനത്തിനെയോ ഒക്കെ ഒന്ന് ഡിസ്ട്രാക്ട് ചെയ്യുന്ന രീതിയിൽ കാണാറുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള മാറ്റങ്ങൾ അരങ്ങുകളിൽ വരുത്തുന്നതിനെ പറ്റി എന്താണ് അഭിപ്രായം? പലപ്പോഴും തോന്നാറുണ്ട് അങ്ങനെ. കാരണം നമ്മൾ ഈ കഥകളി അല്ലെങ്കിൽ അങ്ങനത്തെ കലാരൂപങ്ങൾ സ്റ്റേജിൽ പെർഫോം ചെയ്യുമ്പോൾ എപ്പോഴും ബാക്ക്ഗ്രൗണ്ട് ഒരു ഡാർക്ക് കളറായിട്ട് വരുമ്പോഴാണ് നമ്മുടെ അവതരിപ്പിക്കുന്ന പെർഫോമൻസ് ഫോക്കസ് ആവുള്ള ആൾക്കാർക്ക്. അതല്ലെങ്കിൽ നമ്മൾ നോക്കുന്നതും നമ്മുടെ കാഴ്ച മൊത്തം ബാക്ക്ഗ്രൗണ്ടിലേക്കോ ഒരു ഫ്ലെക്സോ അങ്ങനെയൊക്കെ ആണെങ്കിൽ ആ ഒരു ഡിസ്ട്രാക്ഷൻ വരും. പൊതുവെ കഥകളിക്കാണെങ്കിലും ഏത് കലാരൂപമാണെങ്കിലും സ്റ്റേജിൽ അവതരിപ്പിക്കുമ്പോൾ അങ്ങനെയുള്ള ഒരു ഡാർക്ക്, ഒരു ബ്ലാക്ക് അല്ലെങ്കിൽ ഒരു ഡാർക്ക് ബ്ലൂ അങ്ങനെയുള്ള ഒരു ചില ചെറിയ മാറ്റങ്ങളൊക്കെ ചില കഥകളി ക്ലബുകളിലൊക്കെ കാണാറുണ്ട്. അപ്പോ അത് ക്ലബുകളിൽ പൊതുവെ ഇപ്പൊ എന്താ ശ്രദ്ധിക്കുന്ന കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ലൈവ് സ്ട്രീം അല്ലെങ്കിൽ വീഡിയോ എടുത്ത് എന്താ പറയാ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതൽ ആൾക്കാർ ഓൺലൈനായിട്ട് കാണാൻ തുടങ്ങിയപ്പോഴായിരിക്കാം ഇപ്പൊ കുറച്ച് മാറ്റം വന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഈ ബാക്ക്ഗ്രൗണ്ട് എപ്പോഴും ഡാർക്ക് ആകുമ്പോഴാണല്ലോ നമ്മുടെ ആർട്ടിസ്റ്റുകളെ ഫോക്കസ് ആയിട്ട് കാണുന്നത്. അത് ഇപ്പൊ കുറച്ച് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇനി അത് വരണം, എല്ലായിടത്തും വരണം എന്നാണ് ഞാൻ പറയുക. അപ്പോഴാണ് നമ്മൾ ഈ ചെയ്യുന്ന പെർഫോമൻസിനുള്ള ആ ഒരു എന്താ പറയാ ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള സംഭവം കിട്ടുള്ളൂ. കാണുമ്പോൾ ആൾക്കാർക്ക് ഒരു ഫീൽ കിട്ടുള്ളൂ തോന്നുന്നു. ഈ ഡാർക്ക് ബാക്ക്ഗ്രൗണ്ട് കൂടാണ്ട് ലൈറ്റിങ്ങിലൊക്കെ ഇപ്പൊ പണ്ട് നമ്മള് ഈ കഥകളീനെ രൂപപ്പെടുത്തിയിട്ടുള്ളത് സാധാരണ നമ്മുടെ നിലവിളക്കിലെ വെളിച്ചത്തിനൊക്കെ വെച്ചിട്ടാണല്ലോ. നിലവിളക്കിന്റെ ഒക്കെ വലിപ്പം ഒരുപാട് കൂടുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ? അതും ഈ പറഞ്ഞ പോലെ പല സ്ഥലങ്ങളിലും അധികമായിട്ട് തോന്നാറുണ്ട്, ചിലത് ഒട്ടുമില്ല, അങ്ങനെ വരാറുണ്ട്. ചിലർക്ക് പാകമായിട്ട് ഉള്ള ഹൈറ്റുള്ള, അത് പിന്നെ സ്റ്റേജിന്റെ ഹൈറ്റും കൂടി ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമ്മൾ ഒരുപാട് ഹൈറ്റ് ഉള്ള ആൾക്ക് വെച്ച് കഴിഞ്ഞാൽ സ്റ്റേജിന് ഹൈറ്റ് ഉണ്ടെങ്കിൽ ഒരുപാട് കാണുമ്പോൾ ഒരു മറയായിട്ട് ഫീൽ ചെയ്യും. കാണുന്നവർക്ക് അതൊരു ഡിസ്ട്രാക്ഷൻ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ പൊതുവെ അധികം ഹൈറ്റ് ഇല്ലാത്തൊരു
പല അമ്പലങ്ങളിലാണ് കൂടുതൽ ആട്ടവളക്ക് കൊണ്ടുവയ്ക്കുക എന്നുള്ളൊരു ഇതുണ്ട്. അത് ശരി. ലൈറ്റിങ്ങിന്റെ കാര്യത്തിലൊക്കെ ലൈറ്റിങ് ഇതുപോലെ തന്നെ വാം ലൈറ്റ് ആണ് എപ്പോഴും നല്ലതായിട്ട് വരും അല്ലെ. വാം ലൈറ്റിലാണ് കഥകളിയുടെ ഒരു വേഷം കാണാനൊരു ഭംഗി. പണ്ട് കാലങ്ങളിൽ വിളക്ക് ഒരു പ്രതീകമായിട്ടാണല്ലോ ഇപ്പൊ വാം കളർ വരുമ്പോഴാണല്ലോ നമുക്ക് ആ ഒരു ഫീല് കിട്ടുക. എപ്പോഴും നല്ല വാം ലൈറ്റ് തന്നെയാണ്. ഇപ്പൊ പഠിച്ച് തുടങ്ങിയത് കഥകളി ആദ്യമായിട്ട് അരങ്ങേറിയത് സ്വന്തമായിട്ട് തേച്ച് അരങ്ങേറുകയാണല്ലോ ചെയ്ത് 6-ാം വയസ്സിൽ. അപ്പോ ഇപ്പൊ കുറെ കാലമായിട്ട് വേഷങ്ങളൊന്നും തന്നെ വേദിയിൽ കാണുന്നില്ല. അതെന്ത് പറ്റി? കൂടുതലും അണിയറ എന്നുള്ള രീതിയിലേക്ക് തിരിഞ്ഞത് കൊണ്ടാണോ? ഒരു കാരണം അതാണ്. പക്ഷെ എനിക്ക് താല്പര്യം പൊതുവെ വേഷം കെട്ടുന്നതിനേക്കാളും വേഷം ഒരുക്കാനാണ്. അത് എനിക്ക് വേഷം ഒരുക്കാനും പക്ഷെ വേഷം ഒരുക്കുന്നതിനേക്കാളും കൂടുതൽ എനിക്ക് സ്റ്റേജിൽ കൊട്ടാനാണ്. പക്ഷെ സ്റ്റേജിൽ കൊട്ടുന്നതിനേക്കാളും കൂടുതൽ എനിക്ക് അണിയറയിൽ നിൽക്കാനാണ്, അങ്ങനെ പറയാം. കാരണം എനിക്ക് വേഷം കിട്ടുന്നതിനേക്കാളും കൂടുതൽ വേഷം കിട്ടുമ്പോ എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. എനിക്ക് വേഷം കെട്ടി അങ്ങനെ ചെയ്യാനുള്ള ഒരു ഇതേ പറ്റുള്ളൂ. അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് അങ്ങനെ നിൽക്കാൻ പറ്റുള്ളൂ. മറ്റേതാകുമ്പോ എനിക്ക് എങ്ങനെ വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാം. അപ്പൊ അതുകൊണ്ടാണ് എനിക്ക് പിന്നെ താല്പര്യം വേഷത്തിനേക്കാളും കൂടുതൽ മറ്റുള്ള കാര്യങ്ങളാണ്. അപ്പൊ കേളിരവ് എന്ന് പറഞ്ഞ നമ്മുടെ കോപ്പും സ്വന്തമായിട്ട് സമയം ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ അത് മാനേജ് ചെയ്യുന്ന തിരക്കിൽ വെച്ചിട്ട് വേഷം, അതോ വേഷം ഇനി ചെയ്യണം എന്നുണ്ടോ ഇപ്പോ? അതിപ്പോ നേരത്തെ പറഞ്ഞ പോലെ പ്ലാനിങ് ചെയ്യാറില്ല, പ്ലാനിങ് ഇല്ല. ചിലപ്പോ തോന്നി കഴിഞ്ഞാൽ ഒരു പക്ഷെ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോ ചിലപ്പോ ചെയ്യാന്നുള്ളതാണ്. ഇപ്പൊ ഒരുപാട് സ്റ്റുഡൻസിനെ വേദിയിലേക്ക് കൊണ്ടുവരുന്നുണ്ടല്ലോ. അപ്പൊ ഇതിനിടയിൽ അതിനൊക്കെ എങ്ങനെയാ സമയം കണ്ടെത്തുന്നത്? ഇപ്പൊ റീസെന്റ് തന്നെ കലോത്സവത്തിന് തന്നെ സ്റ്റുഡൻസ് വന്നിട്ട് കപ്പടിച്ചില്ലേ? അവര് ഒരു 5 വർഷമായിട്ട് സംസ്ഥാന തലം വരെ പോവാറുണ്ട്, എ ഗ്രേഡ് കിട്ടാറുണ്ട്. സമയം കിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോ എന്താ പറയാ, ഇത് നമ്മളൊരു ജോലിയായിട്ട് കാണുന്നില്ല, നമ്മുടെ ജീവിതത്തിന്റെ രാവിലെ കോളേജിൽ പോകണമെങ്കിൽ കോളേജിൽ പോവാ, സ്കൂളിൽ പോവാ, അല്ലെങ്കിൽ ചില പ്രോഗ്രാമുള്ള ദിവസം വൈകുന്നേരം അങ്ങോട്ട് പോവാ, അതല്ലെങ്കിൽ ക്ലാസ് ഉണ്ടാവും. അങ്ങനെ അതെനിക്ക് ഇഷ്ടമാണ്. പഠിപ്പിക്കാനാണെങ്കിലും ചെയ്യാനാണെങ്കിലും നല്ല താല്പര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു സമയം കണ്ടെത്തി ചെയ്യുന്നു. പിന്നെ കുട്ടികളാണെങ്കിലും കോപ്പറേറ്റ് ചെയ്യുന്ന കുട്ടികളാണ്, അവരുടെ പാരന്റ്സ് ആണെങ്കിലും അതുപോലെ തന്നെ താല്പര്യമുള്ളവരാണ്. സ്വന്തമായിട്ട് കുട്ടിക്ക് താല്പര്യം, അതിന്റെ പേരന്റ്സിന് കുട്ടി പുഷ് ചെയ്തിട്ട് അങ്ങനെ വരുന്ന അതാണോ സ്വന്തം? ഇല്ല, അങ്ങനെ വരുന്നവരല്ല, കുട്ടികളുടെ താല്പര്യമുള്ളവരുണ്ട്. ഇപ്പൊ കലോത്സവത്തിന് പറഞ്ഞ കുട്ടികളാണെങ്കിൽ അവർക്ക് കൂടുതൽ പഠിക്കണം എന്നുള്ള താല്പര്യമുള്ള കുട്ടികൾ അങ്ങനെയുള്ളവരുണ്ട്. കുട്ടികൾക്ക് താല്പര്യമുണ്ട്. അങ്ങനെ പഠിച്ചു തന്നെ ആരെങ്കിലും ഭാവിയിൽ പിന്നീട് കലയിലേക്ക് തന്നെ ഫോക്കസ് ചെയ്തിട്ട് പോരുന്ന അങ്ങനെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. ഇപ്പോ ഡിഗ്രി ഡാൻസ്, BA ഭരതനാട്യം എടുത്ത് ചെയ്യുന്ന കുട്ടികൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ അവരുടെ താല്പര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ ആർട്ടായിട്ട് പോണ കുട്ടികളാണെങ്കിൽ എന്തായാലും ആ വഴിയേ പോകുള്ളൂ. അതല്ലാത്തവര് സ്കൂളിൽ പഠിക്കുമ്പോ ചില ആളുകൾക്ക് ഇപ്പം സ്കൂളിൽ പഠിക്കുന്നത് ഒരു വഴിക്ക് പോകുന്നു, കല ഒരു വഴിക്ക് പോകുന്നു, എന്നാൽ പഠിച്ചിറങ്ങി കഴിയുമ്പോഴത്തേക്കും മറ്റേതെങ്കിലും മേഖലയിലേക്കൊക്കെ തിരിയുമല്ലോ, അങ്ങനെ കണ്ടിട്ടുണ്ടല്ലോ. ഞാൻ അതുകൊണ്ടാണ് ചോദിച്ചേ. അങ്ങനെയുണ്ട്. അപ്പൊ അതിപ്പോ പല കാര്യങ്ങളുണ്ടാവും. അപ്പൊ അവരെ ഡിപ്പെൻഡ് ചെയ്യുന്നത് അവരുടെ ഒരു പ്രൊഫഷൻ, ചിലപ്പോൾ അവർക്ക് ഇന്ന ഒരു ഡ്രീം ഉണ്ടാവും, ചിലപ്പോൾ ഇങ്ങനെ പോകണം, അപ്പോൾ ഇത് എന്റെ സൈഡിൽ കൂടെ അല്ലെങ്കിൽ സബായിട്ട് പോകണം, കൊണ്ടു നടക്കണം എന്നുള്ള ആഗ്രഹമുള്ള കുട്ടികളുണ്ടാവും. അതിപ്പോ നമുക്ക് അങ്ങനെ ഇന്ന കുട്ടികൾ അങ്ങനെ പറയാൻ പറ്റില്ല. പല രീതിയിൽ പോണ കുട്ടികൾ ഉണ്ട്, കണ്ടിട്ടുണ്ട്. എന്തായാലും അരങ്ങ് കാണാൻ വരുന്നതിനേക്കാളും കുറെ ആൾക്കാർ അണിയറയിലേക്ക് ഇടിച്ചു കുത്തി വരാറുണ്ട്. ഇപ്പൊ ചില സമയത്തൊക്കെ റീസെന്റ് ഞാൻ കൂടൽമാണിക്യത്തില് കഥകളി കാണാൻ വേണ്ടി പട്ടാഭിഷേകം കാണാൻ പോയ സമയത്ത് കലാകാരന്മാരെ വീർപ്പ് കൂട്ടിക്കുന്ന രീതിയിൽ ചിലരൊക്കെ അരങ്ങ് കാണാൻ വന്നവർ ഒരുപാട് പേരുണ്ടായിരുന്നു. അവിടെ അവസാനം ബെഞ്ചിടേണ്ടി വന്നു. അത്തരം സിറ്റുവേഷൻസ് ഒക്കെ ചില സമയത്തൊക്കെ കാണാറുണ്ട്. അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലുമൊക്കെ ഫേസ് ചെയ്തിട്ടുള്ളത്, എങ്ങനെയൊക്കെ ഹാൻഡിൽ ചെയ്തിട്ടുള്ളത്? അങ്ങനെ പല സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ട്, അനുഭവം ഉണ്ടാവാറുണ്ട്. കൂടുതലും ഈ പിന്നെ ഒന്ന് ആലോചിക്കുമ്പോൾ പോസിറ്റീവായിട്ടും ചില സമയത്ത് ചിന്തിക്കാറുണ്ട്. ഫോട്ടോഗ്രാഫേഴ്സോ അങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടി വരുന്ന ആൾക്കാർ, അങ്ങനെയുള്ള ആൾക്കാർ വരുമ്പോൾ പിന്നെ കുറെ വീഡിയോസുകളിലും ഫോട്ടോഗ്രാഫി നമുക്ക് കഥകളിക്ക് മെയിൻ ആയിട്ടുള്ള ഒരു മെയിൻ ഫാക്ടറായിട്ട് മാറി. കഥകളി അങ്ങനെ ഒരുപാട് ആൾക്കാർ കാണുന്നത് അങ്ങനെയാണല്ലോ. അപ്പൊ അങ്ങനെ നോക്കുമ്പോ അതൊരു പോസിറ്റീവായിട്ട് പലപ്പോഴും തോന്നാറുണ്ട്. പക്ഷെ ചില സമയങ്ങളിൽ നമുക്കൊരു ഡിസ്ട്രാക്ഷൻ വരുന്നത് നമുക്കൊരു എന്താ പറയാ ഫ്രീഡം ഇല്ലാണ്ട് നമ്മള്
ഇടയിൽ കൂടെ ആൾക്കാർ പോവുക, പാസ് ചെയ്ത് പോകാറുണ്ട് അല്ലേ? ചെരുപ്പിട്ട് കയറുക, ചില വിളക്കിന്റെ അവിടേക്കും ചെരുപ്പ് കൊടുക്കണ്ടാവുക. അത് നമുക്ക് പറയേണ്ട ഒരു അവസ്ഥ വരിക. അങ്ങനെയുള്ള അത് മുഷിച്ചിലുണ്ടാവുകയും ചെയ്യും ചില അതെ. സമയത്ത്. പക്ഷെ ഒന്നാലോചിക്കുമ്പോ ഇവര് ഫോട്ടോ എടുക്കുമ്പോ നമ്മള് സോഷ്യൽ മീഡിയ വഴി കഥകളിയിലെ കുറച്ചും കൂടി പ്രൊമോട്ട് ചെയ്യുന്നത് കുറച്ചൊക്കെ ആക്റ്റീവായിട്ട് നിൽക്കുന്നത് ഈ ഫോട്ടോഗ്രാഫേഴ്സ് ഒക്കെ ഉള്ളത്. അതെ, റീൽസുകൾ അങ്ങനെയുള്ള ഇപ്പൊ ഒരുപാട് റീൽസുകൾ കഥകളിയുടെ ഒരുപാട് ഉണ്ടാവാറുണ്ട്. അപ്പൊ അങ്ങനെ അതെല്ലാം ഒരു ഷോർട്ട് ടൈമിലേക്ക് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, കുറച്ചു നേരത്തേക്ക് മാത്രം നിലനിൽക്കുന്ന ഒരു പറഞ്ഞൊരു നോക്കുമ്പോ ഞാൻ അതാ പറഞ്ഞത്, പോസിറ്റീവായിട്ട് തോന്നാറുണ്ട്. ചില സമയങ്ങളിൽ നമുക്കിപ്പോ ഫോട്ടോഗ്രാഫേഴ്സ് മാത്രല്ല, പല സ്ഥലങ്ങളില് പല ആൾക്കാരുകള് ഇടിച്ചു കയറി വരിക, നമുക്ക് ലാസ്റ്റ് പറയേണ്ട അവസ്ഥ വരിക, പുറത്തേക്ക് നിൽക്കാൻ പറയേണ്ട അവസ്ഥ വരിക. അങ്ങനെ പലപ്പോഴും ഉണ്ടാവാറുണ്ട്. പിന്നെ ഉടുത്ത് കിട്ടുമ്പോ അതിന്റെ ഇടയിലേക്ക് കയറി വരിക. അപ്പൊ നമ്മൾ അത്രയും സമയം കഷ്ടപ്പെട്ട് വേഷം ഒരുക്കി വൃത്തിയായിട്ട് ചെയ്യുമ്പോൾ അതിന്റെ ഇടയിൽ കൂടെ ഒരാൾ വരുമ്പോ ആ ഉടുത്തിട്ട് തട്ടുക, ചെറിയൊരു മടക്കോ എന്തെങ്കിലും ഒരു ഇതുവരെ നമുക്കുള്ളൊരു മാനസികമായിട്ടൊരു വരുന്നൊരു അത്രയും നേരെ ഇത്ര സമയം എടുത്ത് ചെയ്യുന്നതിന്റെ ഒരു ബുദ്ധിമുട്ട്. പിന്നെ എല്ലാ തിരക്കുകൾ വരുമ്പോ ഉള്ളൊരു ഡിസ്ട്രാക്ഷൻ ഇല്ലേ, അതായത് 3-4 മണിക്കൂറൊക്കെ നീണ്ട പരിശ്രമത്തിനൊടുവിലായിരിക്കും നിങ്ങൾ ആ ഒരു വേഷം ചമച്ച് ഒരുക്കിയെടുക്കുന്നത്. നമ്മൾ ചെയ്യുന്നതും നമുക്ക് വേണ്ടി ആർട്ടിസ്റ്റ് നിന്ന് തരുന്നതും നോക്കണല്ലോ. നമ്മള് ഉടുത്ത് കെട്ടിക്കുമ്പോഴാണെങ്കിലും ചുട്ടു കുത്തുമ്പോഴാണെങ്കിലും ആൾക്കാർ നമ്മൾ വിശ്വസിച്ച് നിൽക്കുകയാണ്. അപ്പൊ നമ്മൾ വൃത്തിയായിട്ട് നമ്മള് പെർഫെക്ഷൻ ആയിട്ട് ചെയ്താലേ ആ ഒരു ടോട്ടലി ഒരു പെർഫെക്ഷൻ ആവുള്ളൂ. അപ്പൊ ഇതിനിടയിൽ കൂടെ ഒരാൾ വന്നിട്ട് തട്ടുക മുട്ടുക എന്ന് പറയുമ്പോൾ ഉള്ളൊരു ഡിസ്ട്രാക്ഷൻ എന്തായാലും സംഭവിക്കാറുണ്ട്. മറ്റ് കലകൾക്ക് കൂടെ തന്നെ ഈ കോപ്പും കാര്യങ്ങളും ഒക്കെ മാനേജ് ചെയ്യേണ്ട ഒരു ചുമതലയും ഇതിന്റെ ആണല്ലോ. വേറെ ആരെങ്കിലും സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ, അതോ തന്നെയാണോ ഇതെല്ലാം മാനേജ് ചെയ്യുന്നത്? സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അമ്മ തന്നെയാണ്. അമ്മ ഞാനും കൂടെ തന്നെയാണ് കോപ്പ് പണികൾ ചെയ്യുക. പിന്നെ അമ്മ അത്യാവശ്യം തയ്ക്കും കാര്യങ്ങൾ. അപ്പൊ തുണിത്തരങ്ങള് കുറെയൊക്കെ അമ്മ തയ്ക്കും. പിന്നെ അങ്കിളുണ്ട്, അങ്കിള് തയ്ക്കും. അപ്പൊ നമ്മുടെ കോപ്പിന്റെ കാര്യങ്ങൾ നോക്കുന്നത് ഞങ്ങൾ തന്നെയാണ്. പിന്നെ നമ്മൾ കഥകളിക്ക് പുറമെ കളിക്ക് പോകുമ്പോൾ അണിയറക്കാരുണ്ടാവും. അപ്പൊ നമ്മൾ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ട് നടക്കുക. അങ്ങനെയാണ് കോപ്പിന്റെ ഒരു വളർച്ച. എന്താ പറയാ, അണിയറ നോക്കുമ്പോഴും അതിനെ മേളം ചെയ്യുമ്പോഴും ഒക്കെ ഇതും കൂടെ തലയിൽ ഡിസ്ട്രാക്റ്റഡ് അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ വരാറുണ്ടോ? ചില സമയത്ത് ഉണ്ടാവാറുണ്ട്. പിന്നെ നേരത്തെ ചിലപ്പോ 2-3 കാര്യം ഒരു ദിവസം ചെയ്യേണ്ട അവസ്ഥ ഒക്കെ വന്നിട്ടുണ്ട്. അവസരം അങ്ങനെ ആളില്ലാണ്ട് വരും, അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് ഇപ്പൊ. പക്ഷെ ചെണ്ട, ചുട്ടി അല്ലെങ്കിൽ ചെണ്ട, കോപ്പ് മാറി മാറി വിളിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇപ്പൊ അങ്ങനെ വിളിക്കുന്നുണ്ട്, ആൾക്കാർ വിളിക്കുന്നുണ്ട്. നമുക്ക് ഒന്ന് മാത്രമാണെങ്കിൽ എനിക്ക് കോപ്പ് മാത്രം വിളിക്കുമ്പോൾ എനിക്ക് ആ ഒരു ടെൻഷൻ കുറച്ച് കുറയും. മറ്റേത് 2-3 ചിലപ്പോ കാര്യങ്ങൾ ചെയ്യേണ്ടി വന്നാൽ മാത്രമേ ഉള്ളൂ. ചില സമയങ്ങളിൽ ഡിസ്ട്രാക്ഷൻ വരാറുണ്ട്. പക്ഷെ താല്പര്യമാണ് എല്ലാം കഴിഞ്ഞിട്ട് മനസ്സിലുണ്ടാവുന്ന ഒരു സംതൃപ്തിക്ക് വേണ്ടിയിട്ട്. ഒരു ചുട്ടി കലാകാരൻ എന്നുള്ള രീതിയിൽ ഉയർന്നു വന്നിട്ടുള്ളത് സ്വന്തമായിട്ട് ചുട്ടി കുത്തി പഠിച്ചാണല്ലോ. അതിനു മുമ്പ് ആദ്യം ചെറിയ രീതിയിൽ അച്ഛൻ കാണിച്ചു തന്നിട്ടുണ്ട് അല്ലേ? ഇല്ല. എങ്ങനെയായിരുന്നു ഇത് തനിയെ പഠിച്ചെടുത്തത്? എങ്ങനെയാണ് ചുട്ടി തുടങ്ങിയത്? സദനം സജീവ് എന്ന് പറഞ്ഞ ആളാണ് ചുട്ടി തുടങ്ങി. അതിന്റെ ഒരു ബേസിക് ആയിട്ട് കാണിച്ചു തന്ന ഒരു 2-3 ക്ലാസ് ഒക്കെ ഉണ്ടായിട്ടുള്ളൂ. അങ്ങനെ ക്ലാസ് പിന്നെ വരാൻ പറ്റിയില്ല ആൾക്ക്. പിന്നെ ചുട്ടി കുത്തി പഠിക്കാണ്ടായി. അപ്പൊ ആ സമയങ്ങളിൽ അച്ഛനാണ് എനിക്ക് പറഞ്ഞു തരും. അച്ഛൻ അത്യാവശ്യം ചുട്ടുകുത്തായിരുന്നു. അപ്പൊ ഞാൻ ആ സമയത്ത് ചുട്ടുകുത്തുമ്പോൾ അച്ഛൻ പേപ്പർ ഇട്ട് തരും, ഞാൻ ചുട്ടുകുത്തും, ആ പേപ്പർ വയ്ക്കും. അങ്ങനെയായിരുന്നു. പിന്നീട് ഞാൻ സ്വന്തമായിട്ട് പേപ്പർ വെട്ടാൻ പലരുടെയും കണ്ടുപിടിച്ചു. ചിലർ പറഞ്ഞു തരും, ഇതിങ്ങനെ വെട്ടണം, അങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയാണ് പിന്നെ ചുട്ടുകുത്തി അങ്ങനെ ചുട്ടിക്കാരനായത്. അങ്ങനെ കണ്ടുപിടിച്ചു പറഞ്ഞു തന്നു. ഓരോരുത്തർ ഇങ്ങനെ പറഞ്ഞു തരും. പലരും സഹായിച്ചിട്ടുണ്ട്, പല വേഷക്കാര് സഹായിച്ചിട്ടുണ്ട്, കുട്ടിക്കാര് ഒക്കെ പറഞ്ഞുണ്ട്. ഒരുപാട് പേരുടെ ഒരു സപ്പോർട്ടോട് തന്നെയാണ് ഒരു ചുട്ടിക്കാരൻ എന്നുള്ള രീതിയിലേക്ക് ഉയർന്നു വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇപ്പോ പുതിയതായിട്ട് ഇതിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന ഒരു കലാകാരന്മാരുണ്ടാവും, ചുട്ടി. അവരോട് എന്താ പറയാനുള്ളത്? ചുട്ടിയിലേക്ക് വരാനുള്ള, അല്ലെങ്കിൽ ഇപ്പൊ ഡ്രോയിങ്ങിലൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഇപ്പൊ ചുട്ടിയിലേക്ക് കടന്നു വരണം എന്നൊക്കെ. കടന്നു വരാൻ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരോട് പറയാനുള്ളത്,
ഇതൊരു ഡിഫറെന്റ് ആയിട്ട് എക്സ്പീരിയൻസ് ആയിരിക്കും. ഈ ഡ്രോയിങ് അല്ലെങ്കിൽ പെയിന്റിങ് എന്നുള്ള രീതി വെച്ച് നോക്കുമ്പോൾ ചുട്ടി കുറച്ചും കൂടി പ്രോസസ്സ് കൂടുതലാന്ന് തോന്നുന്നു എനിക്ക്. ചുട്ടി അരി അരയ്ക്കുന്നത് മുതൽ ആ ചുട്ടി കുത്തുന്നത് നമുക്കൊരു എന്താ പറയാ ഒരു എക്സ്പെരിമെന്റ് പോലെ ആയിരിക്കും ചുട്ടി കുത്തുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഒരുപോലെ ഇരിക്കില്ല. അപ്പൊ ഒരേ ക്യാൻവാസിൽ വരയ്ക്കുന്ന പോലെ ആവില്ല നമ്മൾ ചുട്ടി കുത്തുമ്പോൾ. ഒരാളുടെ മുഖത്തൊരു മേക്കപ്പ് ഒക്കെ ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടി വരച്ചങ്ങ് എടുക്കാണ്. അതെ അതെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ പെയിന്റിങ് കാര്യങ്ങള് അതിന്റെ പ്രോസസ്സ് കുറവാന്നല്ല ഞാൻ പറഞ്ഞത്. എനിക്ക് കുറച്ചുകൂടി ഡിഫറെന്റ് ആയിട്ട് തോന്നുന്നത് നമ്മള് ഓരോരുത്തരുടെ മുഖത്ത് കുത്തുമ്പോ ഓരോ രീതി തരത്തിലായിരിക്കാം. നമുക്കത് നമുക്ക് ഒരു പ്രാവശ്യം ചെയ്യുമ്പോഴായിരിക്കും പിന്നീട് മനസ്സിലാവും ഇന്നാളുടെ മുഖത്ത് കുത്തുമ്പോൾ ഇത് ഇങ്ങനെ കുത്തണം, ഇങ്ങനെ പേപ്പർ. ഓരോരുത്തരുടെ മുഖത്തിന്റെ സൗന്ദര്യം അനുസരിച്ച് അത് വ്യത്യസ്തപ്പെട്ട് നമ്മൾ ചെയ്യേണ്ടി വരും. മുഖം അനുസരിച്ച് വ്യത്യാസപ്പെടും. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു സൗന്ദര്യബോധം കൂടി വേണം ചെയ്യാനായിട്ട്. അപ്പൊ അതൊരു എന്താ പറയാ പെയിന്റിങ് ഡ്രോയിങ് ഉള്ളവർക്ക് കുറച്ചും കൂടി സഹായമായിരിക്കും ഇത് ചെയ്യാൻ. പിന്നെ നമുക്കൊരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആയിരിക്കും. ഡിഫറെന്റ് ആയിട്ടുള്ള വേഷങ്ങൾ ചുട്ടുകുത്തുക പലർക്കും പല രീതിയിലായിരിക്കും കേട്ടോ. അത് ഒരു പോസിറ്റീവായിട്ടാണ് എനിക്ക് തോന്നാറ്. വരുന്നവര് താല്പര്യപ്പെടുന്നവര് ഒരുപാടുണ്ട്. പെയിന്റിങ് പഠിക്കുന്നവര്, ചുട്ടി പഠിക്കുന്നവര്, വേഷം പഠിക്കുന്നവര്, ചുട്ടി പഠിക്കുന്നവര്, പല കലാമണ്ഡലത്തിൽ അങ്ങനെ ഒരു സബ് കോഴ്സ് ചുട്ടി ബേസിക് പഠിക്കുന്ന അങ്ങനെയാണ് കലം തിരിച്ചു വെച്ചിട്ട്. ചുട്ടി പഠിക്കുന്ന കുട്ടികളെ എങ്ങനെയാ പഠിപ്പിക്കുന്നത്? ഇപ്പൊ പഠിപ്പിക്കുന്നുണ്ടോ വേഷം അല്ലാണ്ട്? ഇപ്പൊ ചുട്ടി പഠിപ്പിക്കുന്നില്ല, വേഷം പഠിപ്പിക്കുന്നുണ്ട്. വേഷം കലോത്സവത്തിനാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ ചെണ്ട പഠിപ്പിക്കുന്നുണ്ട്. ചെണ്ട കുറച്ച് കുട്ടികളുണ്ട്. ചുട്ടി പലതും ചോദിച്ചിട്ടുണ്ട്. പിന്നെ ചിലർക്ക് വരാനുള്ള ബുദ്ധിമുട്ട്, ചിലപ്പോൾ ഓൺലൈനായിട്ട് പഠിപ്പിക്കുക എന്നുള്ളൊരു ഞാൻ അങ്ങനെ തുടങ്ങിയില്ല. ഇത്തരം കലകൾ ഓൺലൈനായിട്ട് പഠിപ്പിക്കുന്നത് കുറച്ചുകൂടി പ്രായോഗികമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ടല്ലോ. അതുണ്ട്. പക്ഷെ ഇപ്പൊ നമുക്ക് അങ്ങനെ നോക്കാനും പറ്റില്ല. ഓൺലൈനായിട്ട് ഓൺലൈൻ ക്ലാസ് എന്നുള്ളൊരു ഒരു കോൺസെപ്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യേണ്ട അവസ്ഥ വരാം. അപ്പൊ അങ്ങനെ ഞാൻ തുടങ്ങിയിട്ടില്ല ഇതുവരെ. ഒരു പുതിയതായിട്ട് പഠിക്കാൻ വരുന്ന ഒരാൾക്ക് എങ്ങനെ എത്ര കാലഘട്ടം എടുക്കും, എത്ര കാലം എടുക്കും പഠിച്ചെടുക്കാനായിട്ട് ചുട്ടിയൊക്കെ? ഈ കാലഘട്ടം ഞാൻ പൊതുവെ എനിക്ക് അങ്ങനെ അതിനോട് വലിയ താല്പര്യമില്ല. ഇത്ര കാലഘട്ടത്തിനുള്ളിൽ പഠിക്കാം എന്ന് ഉറപ്പിച്ച് പറയാനും പറ്റില്ല. കാരണം പഠിക്കുന്നതിന്റെ ഒക്കെ ബേസിലിരിക്കും. നമ്മളാ ഒരു എന്താ പറയാ അത് കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം അല്ലെങ്കിൽ പെട്ടെന്ന് പഠിക്കാൻ പറ്റും എന്നാണ് തോന്നുന്നത്. ഈ പറഞ്ഞ പോലെ പെയിന്റിങ് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു പക്ഷെ പെട്ടെന്ന് പഠിക്കാം. അതല്ലാന്നുള്ളവർക്കും താല്പര്യത്തോടു കൂടി എത്രത്തോളം താല്പര്യം ഉണ്ടെന്ന് അനുസരിച്ചിരിക്കും പഠിക്കുക, എത്ര സമയം കൊണ്ട് പഠിച്ചു തീർക്കാം. പിന്നെ നമ്മുടെ പഠിക്കുന്ന രീതിയെല്ലാം നോക്കിയിട്ടിരിക്കും അതിന്റെ ഒരു പീരീഡ്സ് എത്ര സമയം എടുക്കുന്നുള്ളത്. പുതിയ കലാകാരന്മാരോട് എന്താണ് പറയാനുള്ളത്? ഏത് തരത്തിലും അണിയറയിലേക്ക് വരുന്നവരാണെങ്കിലും അരങ്ങിലേക്ക് വരുന്നവരാണെങ്കിലും കലാകാരന്മാരെന്നുള്ള രീതിയിൽ അവരോട് പറയാനുള്ളത്, നിങ്ങൾ ഇങ്ങനെയുള്ള ഒരു കലാരൂപങ്ങള് കഥകളി എന്നല്ല, കോമൺ ഏത് കലാരൂപമാണെങ്കിലും കാണുക. അല്ലെങ്കിൽ അത് അടുത്തറിയാൻ താല്പര്യമുള്ളവരാണെങ്കിൽ അങ്ങനെ പഠിക്കാൻ താല്പര്യമുള്ളവർ അങ്ങനെ ചെയ്യാം. ഇപ്പൊ ഒരുപാട് നമുക്ക് എന്താ പറയാ കഥകളി മാത്രമല്ല കലാരൂപങ്ങൾക്കാണെങ്കിലും ഒരുപാട് കാര്യങ്ങള് കാണാനുള്ള അവസരങ്ങൾ, ഒരുപാട് പെർഫോമൻസുകൾ ലൈവായിട്ട് ഓൺലൈനായിട്ട് ഒക്കെ നമുക്ക് ഒരുപാട് അവസരങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം, നമുക്ക് അത് ഉപയോഗിക്കാം. അതൊക്കെ നമുക്ക് പുതിയതായിട്ട് കടന്നു വരുന്ന കലാകാരന്മാർക്ക് എപ്പോഴും ഒരു ഓൺലൈൻ സോഴ്സ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ പുറമേ നിൽക്കുന്ന ആൾക്കാർക്കും ഇതിനോട് താല്പര്യമുള്ളവർക്കും അല്ലാത്തവർക്കും കാണാനുള്ള അവസരങ്ങൾ ഒരുപാടുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും കാണുക, അടുത്തറിയുക, പഠിക്കാനുള്ളവർ പഠിക്കുക, അത് എക്സ്പീരിയൻസ് ചെയ്യുക. ഒരു പ്രാവശ്യമെങ്കിലും ഒരു കലാരൂപം അല്ലെങ്കിൽ ഒരു കഥകളി എങ്കിലും ജസ്റ്റ് ഒന്ന് കാണുകയും ചെയ്യുക. അത് അവർക്കൊരു ലൈഫിലൊരു ഭയങ്കര ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും എന്ന് തോന്നുന്നു. അപ്പൊ അവരോട് തന്നെയാണ് പറയാനുള്ളത്. ഇപ്പൊ ഇത് കാണുന്നവരോട് പറയാനുണ്ടാവുമല്ലോ എന്തൊക്കെ ചെയ്യരുത് എന്തൊക്കെ ചെയ്യാന്നുള്ളത്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ പറയാനുള്ളൊരു അവസരം കൂടിയാണ് മിഥുൻ ഇത്. കാണുന്നവരോട് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വർക്കിനെ ബാധിക്കാത്ത രീതിയിൽ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ആ ഒരു ചെയ്യുമ്പോൾ അതിനെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ എങ്ങനെ വേണമെങ്കിലും അത് ആസ്വദിക്കാനോ കാണുന്നതിലോ ഒരു ബുദ്ധിമുട്ടില്ല. നമ്മളെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ അല്ലെങ്കിൽ ആ വേഷക്കാരനെ അല്ലെങ്കിൽ ആ ആർട്ടിസ്റ്റുകളെ ഒരു ഡിസ്ട്രാക്ഷൻ ഇല്ലാത്ത രീതിയിൽ ചെയ്യുമ്പോൾ ഫോട്ടോ ആണെങ്കിലും അണിയറ കാണാൻ വരുന്നവരാണെങ്കിലും ചെയ്യാന്നുള്ളത് അല്ലെ. അപ്പോ അതുപോലെ തന്നെ ചോദിക്കാനുള്ളത്, അരങ്ങുകളിൽ ഒരുപാട് മാറ്റങ്ങൾ ഇപ്പൊ വന്നിട്ടുണ്ട്. പണ്ട് നമ്മള് ഈ ഒരു കഥകളി എന്നുള്ളൊരു രൂപത്തെ
ഡിസൈൻ ചെയ്തെടുത്തത് തന്നെ ഒരു വിളക്കിന്റെ വെളിച്ചത്തിൽ നാച്ചുറൽ ലൈറ്റിൽ കാണാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം ഒരുപാട് ലൈറ്റും കാര്യങ്ങളും വന്നു, സ്റ്റേജുകൾ മാറ്റം വന്നു. ഇപ്പം പല സ്ഥലത്തും കാണാൻ ചെല്ലുമ്പോൾ ഒക്കെ ബാക്ക്ഗ്രൗണ്ടില് ഉത്സവത്തിന്റെയോ മറ്റു പരസ്യങ്ങളുടെയോ ഒക്കെ അതിപ്രസരം കാരണം നമ്മളെ പോലെയുള്ള ആസ്വാദകർക്കും ഫോട്ടോഗ്രാഫർ എന്നുള്ള രീതിയിലും അത് ഭയങ്കര ബുദ്ധിമുട്ട് വരാറുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള മാറ്റങ്ങളെ പറ്റി എന്താ പറയാനുള്ളത്? അത് എന്താ പറയാ പറയാലോ അല്ലേ. പല സ്ഥലങ്ങളിലും അങ്ങനെ കാണുന്നുണ്ട്. എപ്പോഴും ഈ കഥകളി പോലുള്ള കലാരൂപങ്ങൾ സ്റ്റേജിൽ പെർഫോമൻസ് ആയിട്ട് ചെയ്യുമ്പോൾ ഒരു ബാക്ക്ഗ്രൗണ്ട് എപ്പോഴും പ്ലെയിൻ ആയിരിക്കണം, ഡാർക്ക് ആയിരിക്കണം. എന്നാലാണ് നമ്മൾ ആ ചെയ്യുന്ന പെർഫോമൻസ് അല്ലെങ്കിൽ ഫോക്കസ് ആവുള്ളൂ. കാണുന്ന ആൾക്കാർക്ക് നമ്മൾ പെട്ടെന്ന്, അല്ലെങ്കിൽ അവരുടെ ശ്രദ്ധ ചിലപ്പോൾ ബാക്ക്ഗ്രൗണ്ടിലേക്ക് ഒരു ബാനറിലോ അല്ലെങ്കിൽ ഒരു ഫ്ലെക്സോ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ഒരു കംഫർട്ടബിൾ ആയിട്ട് ആസ്വദിക്കാൻ പറ്റില്ല. അപ്പോൾ അത് പക്ഷെ അത് ശ്രദ്ധിക്കുന്ന പല സ്ഥലങ്ങളിലുണ്ട്. അങ്ങനെയായിട്ട് ഇപ്പോൾ ചില സ്ഥലങ്ങളിൽ ഫുൾ ബ്ലാക്ക് ഔട്ട് ആയിട്ട് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. ശ്രദ്ധയോടുകൂടി ചെയ്യുന്ന ആൾക്കാരും അതല്ലാണ്ട് ചെയ്യുന്നവരോട് ആണ് ഈ ബ്ലാക്ക് ഔട്ട് ആയിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതെ, സംഘാടകരായിരിക്കാം. ഇപ്പൊ നോക്കിയപ്പോ ആരാണെന്ന് പറയാൻ പറ്റില്ല അല്ലെ. പൊതുവെ എപ്പോഴും ഡാർക്ക് ആയിരിക്കും, അതിന്റെ ബാക്ക്ഗ്രൗണ്ട് എപ്പോഴും ഒരു പ്ലെയിൻ ആയിട്ട് ഡാർക്ക് കളർ ആയിരിക്കും നല്ലത്. പിന്നെ ലൈറ്റിങ്ങിന്റെ കാര്യം പറയുമ്പോൾ പല സ്ഥലങ്ങളിലും കഥകളിക്ക് അത് ഇപ്പോഴാണ് അധികം കണ്ടിരിക്കുന്നത്, വൈറ്റ് ലൈറ്റ് കൊണ്ടുവയ്ക്കും. അത് പൊതുവെ എപ്പോഴും കഥകളിക്ക് നല്ലത് വാം കളറാണ്. കാരണം പണ്ട് കാലങ്ങളിൽ വിളക്കിന്റെ തിരുനാളത്തിന്റെ ആ ഒരു വെളിച്ചത്തിലൂടെയാണല്ലോ കഥകളി കണ്ടുകൊണ്ടിരുന്നത്. അപ്പൊ ആ ഒരു പ്രതീകത്തിന് അതുകൊണ്ടായിരിക്കും വാം ലൈറ്റ്. നമ്മൾ അണിയറയിലാണെങ്കിൽ ബൾബാണ് ഉപയോഗിക്കുക. ആ ഒരു കളർ ടോൺ കൃത്യമായിട്ട് മനസ്സിലാവാനും അതിന്റെ ഒരു കളർ ടോൺ അങ്ങനെ തന്നെയാണ്. വാമാണ് കഥകളിയുടെ ഒരു കളറ്. വാം ടച്ചുള്ള കളറാണ് വരിക. ലൈറ്റ് ആണെങ്കിലും വാം ആയിരിക്കും. എപ്പോഴും കഥകളിക്ക് നല്ലത് വാം തന്നെയാണ്. അപ്പൊ ഇങ്ങനെ പല സ്ഥലങ്ങളിൽ കണ്ടിട്ടുണ്ട്. പിന്നെ സ്റ്റേജിന്റെ ഹൈറ്റ്, ഇത് നെഗറ്റീവായിട്ട് ചില ഹൈറ്റ് കൂടുതലായിരിക്കും, ചിലപ്പോൾ ഒട്ടും ഹൈറ്റ് ഉണ്ടാവില്ല. അപ്പൊ അതിന് പാകത്തിന് കഥകളിക്ക് അത് ഈ ഹൈറ്റ് കൂടുമ്പോ ഈ ഉടുത്തുകെട്ടിന്റെ ഒരു ഈ പറഞ്ഞ പോലെ ബുദ്ധിമുട്ടുകൾ ചിലപ്പോ നെഗറ്റീവായിട്ട് ബാധിക്കാം. അതെ, അത് ചിലപ്പോ നൂല് കണ്ടു, ചാക്ക് കണ്ടു എന്നുള്ള അഭിപ്രായങ്ങൾ കുറയ്ക്കാം. അത് ഈ സംഘാടകരാണെങ്കിലും അല്ലെങ്കിൽ സ്റ്റേജിന്റെ കഥകളി വെക്കുന്ന സ്റ്റേജ് അനുസരിച്ച് അതൊന്ന് ശ്രദ്ധിച്ചാൽ കുറച്ചും കൂടി കാണുമ്പോ നന്നായിരിക്കും. പിന്നെ വിളക്ക് നല്ല ഹൈറ്റ്, ചിലപ്പോ വലിയ വിളക്കുകൾ കാണാറുണ്ട്. അപ്പൊ അതുപോലെ തന്നെ ചെറിയ വിളക്കും കാണാറുണ്ട്. ഏതായിരിക്കും ശരിക്കും ബെറ്റർ ആയിട്ട്? അധികം നമ്മുടെ ഈ അരയുടെ താഴെ നിൽക്കുമ്പോ അത്ര ഹൈറ്റ് ആയിരിക്കും നല്ലത്. കാരണം ഈ കാണുമ്പോ ആൾക്കാർക്ക് ഒരുപാട് ഹൈറ്റ് ആയി കഴിഞ്ഞാൽ ഒരു മറയായിട്ട് ഫീൽ ചെയ്യും. പൊതുവെ നടുക്കിരിക്കുന്ന ഒരാൾ അല്ലെങ്കിൽ നടുക്ക് ഇരിക്കുന്ന ഒരു സാധനം എടുത്ത് മാറ്റാൻ പറ്റില്ലല്ലോ, സെന്റർ ആണല്ലോ. അപ്പൊ അത് എപ്പോഴും ഹൈറ്റ് അധികം ഇല്ലാത്തതാണ് നല്ലത്. കാണുമ്പോൾ കാണാൻ എളുപ്പമായിരിക്കും, എല്ലാവർക്കും ഒരു കംഫർട്ടബിൾ ആയിരിക്കും. അതെ, ഇപ്പം നമ്മളിപ്പോ മുന്നേ പറഞ്ഞല്ലോ, നമ്മളെ റീൽസിലൂടെയും അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫേഴ്സും ഒക്കെ ആയിരിക്കും ഒരു കലാകാരനെ പ്രൊമോട്ട് ചെയ്യുന്നത്. അതേസമയം ഈ കഥകളി കാണാനായിട്ട് ഇപ്പോൾ എന്നെ പോലുള്ള ആസ്വാദകർ പോയിരിക്കുമ്പോൾ പലരും പെൻഷനേഴ്സ് അല്ലെങ്കിൽ 50 വയസ്സ് കഴിഞ്ഞവരായിരിക്കും പലപ്പോഴും കല ആസ്വദിക്കാനായിട്ട് വന്നിരിക്കുന്നത്. ഈ റീൽസിലൂടെയും അല്ലെങ്കിൽ ഫോട്ടോയിലൂടെയും ഒക്കെ കൊട്ടിഘോഷിക്കുന്ന ഈ കഥകളി കാണാൻ എന്തുകൊണ്ടാണ് പുതുതലമുറ വരാത്തതെന്ന് തോന്നിയിട്ടില്ലേ? അത് ഇപ്പോ എന്താ പറയാ, അതോ താല്പര്യങ്ങൾ ഉണ്ടാവാം. പിന്നെ അവർക്ക് അറിയില്ല, ചിലർക്ക് ധാരണയുണ്ട് ഇതെനിക്ക് മനസ്സിലാവില്ലല്ലോ, ഇതിന്റെ മുദ്രകൾ കാണിച്ചു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവില്ല, അതിന്റെ ഒരു ലാംഗ്വേജ് അറിയില്ല, കണ്ടിട്ട് എങ്ങനെ മനസ്സിലാവുക, അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവും. പിന്നെ ഇപ്പോ പൊതുവെ എന്താ പറയാ ലൈവ് സ്ട്രീമിംഗ് ഒക്കെ ഉള്ളത് കൊണ്ട് ചിലവർ ഓൺലൈനായിട്ട് കാണുന്ന ആൾക്കാരുണ്ടാവും. പക്ഷെ അതിനകത്ത് നമുക്കിപ്പോ പ്രായമുള്ളവരാണോ കാണുന്നതെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അങ്ങനെയുള്ളത് കൊണ്ട് ഒരു പരിധി വരെ കുറച്ച് ആൾക്കാരെങ്കിലും അങ്ങനെ കാണുന്നുണ്ട്. പിന്നെ നമ്മുടെയൊക്കെ ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർക്ക് എനിക്ക് തോന്നുന്നു ഇപ്പൊ റീലൊക്കെ കണ്ടു തുടങ്ങിയതിന് ശേഷം നമ്മുടെ അറ്റൻഷൻ സ്പാൻ കുറഞ്ഞു. അത് ഒരുപാട് ബാധിച്ചിട്ടുണ്ടോ? ഇപ്പം 3 മണിക്കൂർ തന്നെ കൂടുതലാണെന്ന് പറയുന്ന ആൾക്കാരല്ലേ? അത് അങ്ങനെ താല്പര്യമുള്ളവര് കാണാൻ വരുന്നുണ്ട്. പിന്നെ അതിനകത്തുള്ളൊരു വ്യത്യാസം, ഇപ്പൊ സമയത്തിന്റെ കാര്യങ്ങൾ കുറച്ച് നേരത്തെ തുടങ്ങി കുറച്ച് നേരത്തെ അവസാനിക്കുക, അങ്ങനെയുള്ള ഒരു കണ്ടീഷനിൽ ഇപ്പൊ വരുന്നുണ്ട്. പൊതുവെ ക്ലബുകളിലായിരിക്കാം ഒരു 5 മണിക്ക് തുടങ്ങിയിട്ട് ഒരു 10 മണിക്ക് 9 മണിക്ക് ഉള്ളിൽ തീരാൻ കണക്കാക്കിയുള്ള. അപ്പൊ ഒരുവിധം ആൾക്കാർ കാണാൻ അവരുടെ ചിലപ്പോ വരാത്തത് പല കാരണം കൊണ്ടായിരിക്കാം.
പിറ്റേ ദിവസം ജോലിക്ക് പോകാൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നേരത്തെ പോകാനുള്ളവർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമായിരിക്കും, അതുകൊണ്ടായിരിക്കാം വരാത്തത്. പക്ഷെ ഇപ്പൊ കുറച്ച് ആൾക്കാർ കാണാൻ നമ്മുടെ ഏജിലുള്ള ആൾക്കാർ കാണാൻ താല്പര്യപ്പെടുന്നവരുണ്ട്, വെറുതെ എങ്കിലും അണിയറയിൽ വന്ന് പോകുന്ന ആൾക്കാരുണ്ട്, ഫോട്ടോ എടുക്കാൻ വരുന്നവര്, അങ്ങനെ ആൾക്കാർ വരുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. മുന്നത്തെക്കാളും അധികമായിട്ട് അത്യാവശ്യം ആൾക്കാർ താല്പര്യം, ജസ്റ്റ് താല്പര്യം ഇല്ലെങ്കിലും ജസ്റ്റ് ഒന്ന് കാണണം വിചാരിക്കുന്ന ഈ കഥകളിയുടെ പൊതുവെ ഉള്ളത് വെച്ചാൽ വേഷം കാണുക, അതാണല്ലോ, മേക്കപ്പ് കാണുക, അണിയറ കാണുക. അണിയറ വെച്ചാൽ മേക്കപ്പ് കാണുക എന്നുള്ളൊരു കൗതുകത്തിന്റെ പുറത്ത് വരുന്ന യുവതലമുറ ഉണ്ടെന്നാണ്. അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ട്. പുതിയ തലമുറേനെ കലയിലേക്ക് നമുക്ക് കൊണ്ടുവരണം. അതായത് നമ്മുടെ തനത് കലയാണ്, കേരളത്തിന്റെ തനത് കലയാണല്ലോ കഥകളി. അപ്പൊ പുതിയ തലമുറേനെ ഇതിലേക്ക് കൊണ്ടുവരാനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ കുറച്ചുകൂടി ജനകീയമാക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നാണ് മിഥുന്റെ അഭിപ്രായം? ആദ്യം അവര് ഇതൊന്ന് വന്ന് കാണുക, പറഞ്ഞ പോലെ എന്താണെന്നും ജസ്റ്റ് ഒന്ന് കണ്ടാലല്ലേ നമുക്ക് അറിയുള്ളൂ. പിന്നെ അവർക്ക് ഇപ്പൊ ഉള്ള ആൾക്കാർക്ക് കുറച്ചും കൂടി ഈ അടിച്ചുപൊളി കഥ നമ്മള് പറയില്ലേ, പ്രഹ്ലാദചരിതം അല്ലെങ്കിൽ രക്ഷയാഗം അല്ലെങ്കിൽ കിരാതം കുറച്ചും കൂടി. പ്രഹ്ലാദചരിതം എന്ന് പറയുമ്പോ ഈ അവസാനം നരസിംഹം വരുമ്പോഴുള്ള ബന്ധവും തെള്ളിപ്പൊടി കഴിഞ്ഞിട്ടുള്ള ആ ഒരു എഫക്ട്, ഹൊറർ സാധനം ഉണ്ടല്ലോ, അങ്ങനത്തെയൊക്കെയുള്ള കഥകള് ഒരു പക്ഷെ എല്ലാവർക്കും പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ഇരിക്കും, അല്ലെങ്കിൽ കുറച്ചു നേരം കാണും. ആ ഭാഗം കാണാൻ വേണ്ടി മാത്രം വന്നിരിക്കുന്ന, അതോ കഥ കാണാൻ മുഴുവനും വന്നിരിക്കുന്ന അങ്ങനെ ആൾക്കാരുണ്ട് കേട്ടോ. അത് പക്ഷെ അങ്ങനെയുള്ള ആൾക്കാർ ഇത് അറിയുന്ന ആൾക്കാരായിരിക്കും, ഈ അവസാനത്തെ ഭാഗത്തായിരിക്കും ഇത്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാര് വരുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ ഇങ്ങനെയുള്ള കഥകളായിരിക്കും കൂടുതൽ. അപ്പൊ അങ്ങനെയുള്ള കഥകൾ വെക്കുമ്പോ കുറച്ചും കൂടി പ്രൊമോട്ട് ചെയ്യുക, ആൾക്കാരെ കൂടുതൽ എന്താ പറയാ, ഇങ്ങനെയുള്ള കഥകളി നടക്കുന്നുണ്ട്, കഥയാണ്. പിന്നെ ഒരു ഡിസ്പ്ലേ പോലെ എന്താണ് അവതരിപ്പിക്കുന്നത് അല്ലെങ്കിൽ എന്താണ് ആ ഭാഗം എന്നുള്ളത് ചില ക്ലബുകളൊക്കെ ചെയ്യാറുണ്ട്, ഡിസ്പ്ലേ ചെയ്യാറുണ്ട്. അത് പരിധിവരെ എല്ലാവർക്കും താല്പര്യപ്പെടും ഇതിനോട്. കളി കാണാൻ പോവാണെന്നൊക്കെ പറയുമ്പോ എന്റെ ഫ്രണ്ട്സ് ഒക്കെ ചിലപ്പോ പറയാറുണ്ട്, എന്ത് മനസ്സിലാവും, സാധാരണ ആളുകൾക്ക് മനസ്സിലാവോ എന്നുള്ള രീതിയിൽ അവർ സംസാരിക്കാറുണ്ട്. അപ്പൊ ഇപ്പോ വരുന്ന ഈ ബോർഡുകള് അല്ലെങ്കിൽ ഡിസ്പ്ലേ കാണുന്നതൊക്കെ ഒരുപാട് ഉപകാരപ്പെടും എന്നുള്ളതാണ് കഥകളി കാണാൻ വരുന്നവർക്ക്. അത് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. കാരണം അത് ഈ അടുത്താണ് ശരിക്കും അങ്ങനെ ഒരു ഡിസ്പ്ലേ ചെയ്യാൻ തുടങ്ങിയത്. അതിന് അറിയുന്ന ഒരാള് ഇരുന്ന് ചെയ്യുക. അപ്പൊ കാണുന്നവർക്ക് കുറച്ചും കൂടി, അറിയുന്നവർക്ക് പോലും ചിലപ്പോ എല്ലാം പദങ്ങളോ മുദ്രകളോ അറിയണമെന്നില്ല. അപ്പൊ പലതും ഡിസ്പ്ലേ നോക്കിയിട്ടാണ് മനസ്സിലാക്കുക, ശ്ലോകങ്ങളും പദങ്ങളും ആട്ടങ്ങളും ഒക്കെ ചെയ്യുന്നതുകൊണ്ട് ഈ പറഞ്ഞ പോലെ കൂടുതലും ആൾക്കാർക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും, ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് അങ്ങനെ മനസ്സിലാക്കിയിട്ട് വരുന്നവരുണ്ട്. അങ്ങനെ സാധ്യതയുണ്ട്, വരാൻ സാധ്യത. ഇനി വരാൻ ആഗ്രഹിക്കുന്ന കഥകളിയിലേക്ക് കൂടുതൽ അറിയണം, എനിക്ക് കണ്ടാൽ മനസ്സിലാവില്ല എന്ന് ചിന്തിക്കുന്ന ആളുകൾക്ക് പല ക്ലബുകൾ ഇപ്പൊ ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട് എന്നാണ് മിഥുൻ പറയുന്നത്. നമുക്ക് കല ആസ്വദിക്കാനുള്ളവർക്ക് വന്ന് കാണാനുള്ള അവസരമാണ്. മാത്രമല്ല ഇപ്പോ ഒരുപാട് ആസ്വാദന ക്ലാസ്സുകളും വന്നിട്ടുണ്ട്. ഇപ്പൊ പീശപ്പള്ളി രാജീവൻ, മയ്യനാട് രാജീവൻ ആശാൻ, അതുപോലെ തന്നെ മനോജ് ആശാൻ, അതുപോലെ ഒരുപാട് പേര് ഇപ്പൊ മുന്നോട്ട് വരുന്നുണ്ടല്ലോ ആസ്വാദന ക്ലാസ് ഒക്കെ ആയിട്ട്. അപ്പൊ അത്തരത്തിലുള്ളതും ഇപ്പൊ കാണാൻ വന്നിരിക്കുന്നതിലും പ്രായം കൂടിയ ആളുകളാണ്. ഈ പ്രായം കുറഞ്ഞവരിലേക്ക് നമുക്ക് ഈ ആസ്വാദന ക്ലാസ്സുകൾ എത്തിക്കണ്ടേ? അതെ, തീർച്ചയായിട്ടും. അത് പറഞ്ഞ പോലെ ഇപ്പോഴാണ്, ഈ അടുത്താണ് ഈ പറഞ്ഞ പോലെ ഓൺലൈൻ ക്ലാസ്സുകൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആസ്വാദന ക്ലാസ്സുകൾ തുടങ്ങിയെന്ന് പറയാൻ പറ്റില്ല, കുറച്ചും കൂടി അധികമായിട്ട് കാണുന്നത് ഇപ്പോഴടുത്താണ്. അപ്പൊ അങ്ങനെയുള്ളതിൽ പങ്കെടുക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് ഈ പറഞ്ഞ പോലെ എന്താണെന്ന് അറിയാനെങ്കിലും ജസ്റ്റ് ഒന്ന് എൻക്വയറി ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനെ ഇത് ഈ പറഞ്ഞ പോലെ കാണുക. താല്പര്യപ്പെടുന്നവരുണ്ടെങ്കിൽ ആസ്വാദന ക്ലാസ്സുകളിലൊക്കെ അറ്റൻഡ് ചെയ്യുക, ജസ്റ്റ് ഒന്ന് കേൾക്കുക. അങ്ങനെയൊക്കെയുള്ള ഉണ്ടെങ്കിൽ കുറച്ചും കൂടി അവർ പറഞ്ഞിട്ടെങ്കിലും മറ്റുള്ളവർ ഇതിന് കൂടുതൽ ഫോക്കസ്, കഥകളി കാണാൻ വരും. അല്ലെങ്കിൽ അത് താല്പര്യപ്പെട്ട് ജസ്റ്റ് എങ്കിലും ഒന്ന് കണ്ടു പോവാനെങ്കിലും ആൾക്കാർ വരുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം മിഥുനെ സംബന്ധിച്ചിടത്തോളം സംഗീതത്തിൽ ഒഴികെ ബാക്കി എല്ലാ കലകളും എന്നാണല്ലോ. അപ്പം സാഹിത്യത്തിന് എന്തെങ്കിലും താല്പര്യം തോന്നിയിട്ടുണ്ടോ? ഇല്ല. അല്ല, ഇനി വരും കാലഘട്ടത്തിൽ ഒരു ആട്ടക്കഥയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുമോ? അതും പ്ലാൻ ചെയ്തിട്ടില്ല എന്നായിരിക്കുമല്ലോ ഉത്തരം. പ്ലാനിങ് ഇല്ല, എനിക്ക് അതിനുള്ളൊരു കഴിവില്ല എന്ന് പറയില്ലേ, അങ്ങനെ സകലകലാവല്ലഭനാണ് ഈ പറയുന്നത്. ഇല്ല, അതിനുള്ള കഴിവില്ല. അയ്യടാ, ഇല്ല, എലിവല്ല. ഞാൻ
സത്യമായിട്ട് പൊതുവെ ഒരു എങ്ങനെയാണ് അങ്ങനെ പറയാൻ പറ്റില്ല. ഉം. നമുക്കിപ്പോ ഒരു പക്ഷെ അങ്ങനെ ചെയ്യേണ്ട ഒരു വന്നാൽ ഇങ്ങനെ ചെയ്യാൻ സാധിക്കുമായിരിക്കും. അതേ പറയാൻ പറ്റുള്ളൂ. കാര്യങ്ങളെ പറ്റി നമ്മൾ പറഞ്ഞല്ലോ. ഇനി എന്തൊക്കെ പോരായ്മകളാണ് ഇപ്പൊ ഫേസ് ചെയ്യുന്നത്? നമ്മൾ പറഞ്ഞു കാണാൻ വരുന്ന ആസ്വാദകരെ കുറിച്ചോ അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫേഴ്സോ ഉണ്ടാക്കുന്ന ചെറിയ പ്രശ്നങ്ങളെ പറ്റിയും പോസിറ്റീവിനെ പറ്റിയും നമ്മൾ പറഞ്ഞു. അല്ലാതെ മറ്റെന്തെങ്കിലും പോരായ്മകൾ തോന്നുന്നുണ്ടോ? പോരായ്മകളായിട്ട് ചില സ്ഥലങ്ങളിൽ എന്നുവെച്ചാൽ എല്ലാ സ്ഥലങ്ങളും എന്ന് പറയാൻ പറ്റില്ല. ചില സ്ഥലങ്ങളിൽ പോകുമ്പോൾ അവിടുത്തെ ആ ഒരു സൗകര്യക്കുറവ്, അതായത് ഒന്ന് കുറച്ച് വൃത്തിയാക്കിയിടുക എന്നുള്ളൊരു കാര്യമുണ്ടല്ലോ. അത് ശരിക്കും സംഘാടകര് അവരായിരിക്കാം, അല്ലെങ്കിൽ അവിടേക്ക് ചെയ്യാൻ സമയമില്ലാത്തതുകൊണ്ടോ അതൊക്കെ പല കാരണങ്ങളും കൊണ്ടായിരിക്കാം അങ്ങനെ ചെയ്യാൻ പറ്റാത്തത്. പക്ഷെ കഥകളി അണിയറയ്ക്ക് കുറച്ചൊരു വൃത്തിയായിട്ടുള്ള ഒരു സ്ഥലം വേണം. പിന്നെ നല്ലൊരു എന്താ പറയാ ഭക്ഷണം, അത് പല സ്ഥലങ്ങളിലും നല്ലാത്ത ഭക്ഷണങ്ങൾ, കലാകാരന്മാർക്ക് നല്ല ഭക്ഷണം കിട്ടാണ്ടിരിക്കുക, ഈ പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഒരു ഫുഡില്ലാണ്ട് വരുന്നൊരവസ്ഥ, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ചില സമയത്തൊക്കെ ഭക്തരെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് അണിയറയിലും അരങ്ങിലും ഒക്കെ ഇരിക്കുന്ന ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളുകളെ ലീസ്റ്റ് കൺസേൺ ആയിട്ട് വരുന്നൊരവസ്ഥയൊക്കെ കാണാറുണ്ട്. കാണാറുണ്ട്, ചില സ്ഥലങ്ങൾ കാണാറുണ്ട്. പക്ഷെ ചില സ്ഥലങ്ങളിൽ നല്ല രീതിയിൽ നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന ആൾക്കാര്, നമുക്ക് കലാകാരന്മാർ ക്ലബുകളാണ് അതില്, ക്ലബുകളും ഉണ്ട്, തന്നെയല്ല അമ്പലങ്ങളും ഉണ്ട്. നമുക്ക് അത് കോമൺ ആയിട്ട് പറയുമ്പോൾ രണ്ടും പറയണം. അത് പക്ഷെ അങ്ങനെ ഇല്ലാത്ത സ്ഥലങ്ങളും ഉണ്ടാവാറുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും ഏറ്റവും കൂടുതൽ അധ്വാനമുള്ള ഒരു കലാരൂപമാണല്ലോ. അത് എല്ലാവർക്കും അധ്വാനമുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടി കലാകാരന്മാർക്ക് മനസ്സിനൊരു കഥകളി കഴിഞ്ഞ് നല്ലൊരു കഥകളി കഴിഞ്ഞ് പോവുക, അല്ലെങ്കിൽ പൈസ കവർ മേടിച്ച് പോവുക എന്നുള്ളത് മാത്രമല്ലല്ലോ. നല്ല ഭക്ഷണം, വെള്ളം, അതുപോലെ തന്നെ ഫാൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ. അങ്ങനെ ഈ ചൂടായിരിക്കുമല്ലോ നമുക്ക്, തണുപ്പാണെങ്കിലും വേദിയിലും ഈ ഫാനിന്റെ വേദികൾ, അണിയറയില് അങ്ങനെയുള്ള കാര്യങ്ങളെ കുറച്ചും കൂടി സംഘാടകര് മുൻകൈ എടുത്ത് ചെയ്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. ആ കലാകാരൻ മനസ്സ് നിറയും. അതാണ് നമുക്ക് വേണ്ടത്. അതെ അതെ അതെ, അതായത് നമുക്ക് മനസ്സ് നിറയണം, വയറ് നിറയണം. അതെ അതെ എന്നുള്ളതാണ്. അത് നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കല ആര് സംഘടിപ്പിച്ചാലും എപ്പോഴും നമ്മൾ ഒരു കലാകാരന്റെ ആരോഗ്യത്തെ പറ്റിയെങ്കിലും ശ്രദ്ധിക്കണം. അവരും നല്ല ശാരീരിക അധ്വാനവും മാനസിക അധ്വാനവും ഒക്കെ കൂടിയിട്ടാണ് ഒരു വേദിയിലേക്ക് അല്ലെങ്കിൽ അണിയറയിലേക്ക് വരുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും സംഘടിപ്പിച്ചു കൊടുക്കേണ്ടത് എല്ലാ സംഘാടകരുടെയും ഉത്തരവാദിത്തമാണെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. മറ്റെന്തെങ്കിലും പ്രത്യേകിച്ച് ചർച്ച ചെയ്യാനുണ്ടോ? ഇത് ചർച്ച ചെയ്തില്ലേ? ഇത്ര നീ ഊറ്റിയെടുത്തില്ലേ? ഇത്രയും പോലെ ഇനി വേറെ പേഴ്സണൽ ആയിട്ട് നമ്മൾ അങ്ങനൊന്നുമില്ലല്ലോ. പേഴ്സണൽ ക്വസ്റ്റ്യൻസ് ഒന്നും നമുക്ക് വേണ്ടല്ലോ. സിംഗിൾ ആണോ? സിംഗിൾ ആൻഡ് ഹംബിൾ. വെൽക്കം ടു മിംഗിൾ. നമുക്ക് മാട്രിമോണിയിൽ നോക്കാം. അതെല്ലാം ചോദിച്ചില്ലേ? അതുകൊണ്ട് കല്യാണാലോചനകൾ ഉണ്ടാവാറുണ്ടോ? മിഥുൻ സിംഗിൾ ആണോ? മിഥുൻ എന്നാ മിഥുൻ ഒരു കല്യാണാലോചന ചെയ്യേണ്ട ചേച്ചി വരട്ടെ. ഒന്ന് കട്ട് ചെയ്യണേ. കഥകളി എന്ന നിറപ്പകിട്ടാർന്ന് ഒരു കലാരൂപത്തിന്റെ പിന്നാമ്പുറത്തെ ഒരുപാട് കാണാത്ത കാഴ്ചകളെ കുറിച്ച് മിഥുൻ മുരളി നമ്മളോട് ഷെയർ ചെയ്തിട്ടുണ്ട്. മിഥുൻ മുരളിക്ക് നന്ദി. ഇനിയും നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാനുണ്ട്. നമുക്ക് കൂടുതൽ കലാകാരന്മാരെ പരിചയപ്പെടാം. ദിസ് ഇസ് ആരതി ഫ്രം വോയിസ് ഓഫ് ആർട്ട്. താങ്ക് യു.